നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും ആത്മഹത്യയ്ക്ക് ശേഷം അവരുടെ ഒരു നീതിക്ക് വേണ്ടി ദിവസങ്ങളോളം നോക്കിയിരിക്കുകയാണ് ഓരോ മനുഷ്യരും. കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും വലിയൊരു ദുഃഖമായി ഷൈനിയും കുഞ്ഞുങ്ങളും മാറിയിട്ട് മാസങ്ങൾ 2 കഴിഞ്ഞു. എവിടെയും എത്താതെ പോയൊരു കേസായി മാറിയിരിക്കുന്നു ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും ആത്മഹത്യ. അതുകൊണ്ട് തന്നെയും ഷൈനിയും കുഞ്ഞുങ്ങളെയും മാനസികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ചില വ്യക്തികളുടെ സുപ്രധാനമായിട്ടുള്ള ചില വിവരങ്ങളിലേക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങൾ കടന്നു ചെന്നത്. ബോബിച്ചേരിയിൽ അച്ഛൻ്റെ പീഡനങ്ങൾ ഷൈനിക്ക് വളരെയധികം നേരിട്ടിരുന്നു. അതിലുപരി ഷൈനിയുടെ കുഞ്ഞുങ്ങൾക്ക് ബോബിച്ചേരിയിൽ നിന്നും ശാരീരികമായിട്ടും മാനസികവുമായിട്ടുള്ള പീഡനങ്ങൾ ഏറ്റു തുടങ്ങിയിരുന്നു എന്ന് വേണം പറയുവാൻ. അതുകൊണ്ട് തന്നെയും തൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് ബോബിച്ചേരിയിൽ അച്ഛൻ്റെ കണ്ണുകൾ പതിക്കുന്നത് അറിഞ്ഞ ഷൈനി ആ ഭവനത്തിൽ നിന്നും ഇറങ്ങാൻ തയ്യാറാവുക തന്നെയായിരുന്നു. തനിക്ക് നേരിടുന്നത് പോലുള്ള പീഡന ശ്രമങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നേരെയും ഉണ്ടാകുമെന്നുള്ള തോന്നൽ ഷൈനിയെ ആ വീട്ടിൽ നിന്നും ഇറങ്ങാൻ പ്രേരിപ്പിച്ചു. അതുമല്ലെങ്കിൽ തനിക്ക് സുരക്ഷിതമായിട്ട് തൻ്റെ കുഞ്ഞുങ്ങൾക്കും സുരക്ഷിതമായൊരു ഇടം കണ്ടെത്തുന്നതിന് ഷൈനി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എഡ്വിൻ്റെ വാക്കുകളിലൂടെയും അതുതന്നെയാണ് വ്യക്തമായത്. എഡ്വിൻ തൻ്റെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവച്ചതും ഇതുതന്നെയാണ്. ജീവിച്ചിരുന്ന കാലങ്ങളിലൊക്കെയും ആ വീട്ടിൽ അനുഭവിച്ചു വന്നിരുന്ന പീഡനങ്ങൾ കണ്ടാണ് ആ കുഞ്ഞും വളർന്നത്. ഷൈനിക്കും കുഞ്ഞുങ്ങൾക്കുമൊക്കെ വളരെയധികം മാനസിക പീഡകൾ ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നു നോബിയുടെ പിതാവും മാതാവും സഹോദരിയുമൊക്കെ പെരുമാറിക്കൊണ്ടിരുന്നതെന്ന് വളരെ വ്യക്തമായി എഡ്വിൻ പറയുന്നു. അതുകൊണ്ട് തന്നെയും ബോബിച്ചേരിയിൽ അച്ഛൻ്റെയും പങ്ക് സുപ്രധാനമാണ്. ഒരു മകനെ ആ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തിയാൽ പിന്നെ ബാക്കിയുള്ളത് സ്ത്രീജനങ്ങളാണ്. പിതാവ് മദ്യപാനിയും, മദ്യപാനത്തിന് അടിമയായിട്ടുള്ള പിതാവും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പെരുമാറുന്ന മാതാവും ഉണ്ടെങ്കിൽ ആ ഭവനത്തിലെ മരുമകളും കൊച്ചുമക്കളും എങ്ങനെ സുരക്ഷിതരായി കഴിയും? നോബി തൻ്റെ കൂട്ടുകാരോടൊപ്പം ആ ഭവനത്തിൽ വന്നിരുന്ന് മദ്യപിക്കുന്ന ശീലം കൂടി ഉണ്ടായിരുന്നു എന്ന് അറിയുമ്പോൾ ഇതിനൊക്കെ ഊന്നൽ കൊടുക്കുന്ന അല്ലെ ആ വീട്ടിൽ പീഡനങ്ങൾ ശ്രമങ്ങൾ നടന്നു എന്ന് വളരെ വ്യക്തമായി തന്നെ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവുമുള്ള ജീവിതം ഷൈനിക്കും കുഞ്ഞുങ്ങൾക്കും ആ വീട്ടിൽ വളരെ ദുസ്സഹമായിരുന്നു എന്ന് എഡ്വിൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. തനിക്ക് ഹോസ്റ്റലിലേക്ക് പോകേണ്ടി വന്നു. മനസ്സോടുകൂടി പഠനത്തിനായി ഹോസ്റ്റലിലേക്ക് മാറ്റി. അതിനാൽ ആ ഭവനത്തിൽ ഒരു സംരക്ഷകൻ എന്ന് പറയാൻ ആരുമുണ്ടായിരുന്നില്ല. മദ്യപാനിയാണ് ഭർത്താവ് നോബി അമിതമായിട്ട് മദ്യപിക്കും കൂട്ടുകാരുമൊത്ത്. പെൺകുഞ്ഞുങ്ങൾ വളർന്നു വരുന്നു എന്നുള്ള ഒരു ചിന്ത പോലുമില്ലാതെയുള്ള മദ്യപാനവും വീട്ടിൽ കയറ്റിയിരുത്തലുമൊക്കെയാണ് ഷൈനിയെ വളരെയധികം മനോവിഷമത്തിലാക്കിയത്. എത്രയൊക്കെ പറഞ്ഞാലും ഓരോ ദിവസവും അനുഭവിക്കേണ്ടി വരുന്ന യാതനകൾ അത്രയധികം വേദന കൊടുക്കുന്നതായിരുന്നു. ഷൈനിക്കും കുഞ്ഞുങ്ങൾക്കും ഈ ലോകത്തിൽ മറ്റൊന്നുമില്ലായിരുന്നു. എഡ്വിൻ എന്ന് പറയുന്ന പൊന്നോമന മകനെ മാത്രം ഈ ലോകത്ത് ഉപേക്ഷിച്ചു പോകേണ്ടതൊരു വേദനയല്ലാതെ മറ്റാരും തങ്ങളെക്കുറിച്ച് ഓർക്കാൻ ഈ ലോകത്തില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നു. എഡ്വിനെ സംരക്ഷിക്കാൻ നോബിയുടെ വീട്ടുകാർ തയ്യാറാകുമെന്ന് ഷൈനിക്ക് ഉറപ്പായിരുന്നു. കാരണം മറ്റു രീതിയിലുള്ള ബെനഫിറ്റുകൾ അതിലൂടെ വന്നു ചേരും. പഠിച്ച് മിടുക്കനായി ജോലിയൊക്കെ ലഭിച്ച് ആ ഭവനത്തിൽ തന്നെ കഴിഞ്ഞുകൂടാൻ തൻ്റെ തലമുറയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു ആ വീട്ടുകാർ. അവർക്ക് വേണ്ടാതിരുന്നത് അല്ലെങ്കിൽ അവർക്ക് അന്യമായി തോന്നിയിരുന്നത് ഷൈനി എന്ന പെണ്ണിനോടും ആ 2 പെൺമക്കളോടുമായിരുന്നു. പെൺമക്കൾ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ സ്ത്രീകളൊക്കെയും ഈ ഭൂമിയിൽ എപ്പോഴും അനാഥർ തന്നെയാണ്. ആരുടെയെങ്കിലുമൊക്കെ വാക്കുകൾ കുത്തും കോളും വെച്ചുള്ളത് കേട്ടുകൊണ്ട് അവരുടെ അവഗണനകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കഴിയേണ്ടുന്ന അവസ്ഥയിലായിരുന്നു സ്ത്രീ ഷൈനി എന്ന പാവം സ്ത്രീയും അവർക്കുണ്ടായ 2 പെൺമക്കളും. സമാനമായിട്ടുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന അനേകർ ഭവനത്തിനുള്ളിലുണ്ട്. പക്ഷേ എഡ്വിൻ ഇന്ന് വഴിതെറ്റിപ്പൊക്കൊണ്ടിരിക്കുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വാഹനത്തിൻ്റെ അമിത വേഗതയിലുള്ള പോക്ക് പോലീസ് വരെ നിയന്ത്രിക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നുണ്ടോ എന്നുപോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം മറ്റു രീതിയിൽ ചെറുപ്പത്തിലെ സ്വഭാവങ്ങൾ ശുദ്ധിയോടെ വളർന്നു വരുവാൻ പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല എന്നുള്ള അവസ്ഥ. എഡ്വിനും നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്.